ഗ്രൂപ്പ് നേതാക്കളുമായും പാർട്ടിയിൽ നിർണായക സ്വാധീനമുള്ള മുതിർന്ന നേതാക്കളുമായും അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി അനുനയ നീക്കത്തിലൂടെ പുനഃസംഘടനാ പട്ടിക പുറത്തുവരാനിരിക്കെയാണ് തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്നത്. പ്രവർത്തക സമിതി അംഗം ശശി തരൂർ, UDF കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങിയവരാണ് അധ്യക്ഷ സ്ഥാനത്ത് ശക്തൻ തന്നെ തുടരട്ടെ എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുമ്പോട്ട് വെച്ച ചെമ്പഴന്തി അനിലിന്റെയും രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച ശരത്ചന്ദ്ര പ്രസാദിന്റെയും പേരുകൾക്ക് പുറമെ M വിൻസെന്റ്, മണക്കാട് സുരേഷ്, KS ശബരിനാഥൻ, RV രാജേഷ് തുടങ്ങിയ പേരുകളും നേതൃത്വത്തിന്റെ പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. ശക്തനെ തുടരാൻ അനുവദിക്കുന്നതിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാടാർ വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കാനാകുമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. എന്നാൽ ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് പാർട്ടിയിലെ രണ്ടാം നിരയുടെ ആക്ഷേപം. അതേസമയം എറണാകുളം, തൃശൂർ, പത്തനംതിട്ട, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നിലവിലെ DCC അധ്യക്ഷന്മാർ തുടർന്നേക്കും. അതിനിടെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ നീക്കാൻ രഹസ്യ ഇടപെടൽ നടത്തിയ KPCC ജനറൽ സെക്രട്ടറിയെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനെതിരെ സുധാകരൻ പക്ഷവും എതിർപ്പ് പരസ്യമാക്കിയിരിക്കുകയാണ്. സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഹൈക്കമാൻഡിലെ ഒരു പ്രമുഖനുമായി അണിയറ നീക്കം നടത്തിയതിനുള്ള പ്രതിഫലമായാണ് ഇയാളെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്നാണ് സുധാകരന്റെ ആക്ഷേപം. ഈ നീക്കത്തിനെതിരെ പ്രവർത്തക സമിതി അംഗം കൂടിയായ K സുധാകരൻ പരസ്യ നിലപാട് സ്വീകരിച്ചേക്കുമെന്നാണ് സൂചന. എതിർപ്പുകൾ വകവയ്ക്കാതെ പുനഃസംഘടനാ പട്ടിക പുറത്തിറക്കിയാൽ തുടർന്നുണ്ടാകുന്ന പൊട്ടിത്തെറി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം.